അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മദ്രസയുടെ അർദ്ധവാർഷിക പരീക്ഷയിലെ 5ാം ക്ലാസ് അഖ്ലാഖ് പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നാം പരിശോധിക്കുന്നത്. 1ാം സെഷനിലേക്ക് പ്രവേശിക്കുകയാണ്. യോജിച്ചവ ചേർക്കുക. ചോദ്യം 1. സൽ സ്വഭാവം. ഉത്തരം ഖുലുഖുൽ ഹസൻ. പാഠപുസ്തകത്തിലെ 4ാം പേജിലെ 9ാം വരിയിൽ ഉത്തരം കാണാം. ചോദ്യം 2. ഖൽബിനെ ശുദ്ധീകരിക്കലാണ്. ഉത്തരം തസ്കിയത്തുൽ ഖുലൂബ്. പാഠപുസ്തകത്തിലെ 8ാം പേജിലെ 10ാം വരിയിൽ ഉത്തരം കാണാം. ചോദ്യം 3. ക്ഷമയുടെ ഉത്തമ മാതൃകയാണ്. ഉത്തരം അയ്യൂബ് നബി അലൈഹിസ്സലാം. പാഠപുസ്തകത്തിലെ 12ാം പേജിലെ 1ാം വരിയിൽ ഉത്തരം കാണാം. ചോദ്യം 4. വ്യഭിചാരം. ഉത്തരം അസ്സിന. പാഠപുസ്തകത്തിലെ 18ാം പേജിലെ 3ാം വരിയിൽ ഉത്തരം കാണാം. ചോദ്യം 5. മോഷണം. ഉത്തരം ഹറാമാണ്. പാഠപുസ്തകത്തിലെ 17ാം പേജിലെ 4, 5 വരികളിൽ ഉത്തരം കാണാം. ചോദ്യം 6. ലജ്ജ. ഉത്തരം അൽ ഹയാ. പാഠപുസ്തകത്തിലെ 16ാം പേജിലെ 1ാം വരിയിൽ നിന്ന് ഉത്തരം മനസ്സിലാക്കാം. 1ാം സെഷൻ പൂർത്തിയായി. 2ാം സെഷനിലേക്ക് പ്രവേശിക്കുന്നു. ചോദ്യം 1. പരലോകത്ത് ആദ്യം വിധി പറയുന്ന കുറ്റം. ഉത്തരം അൽ ഖത്ൽ, കൊലപാതകം. പേജ് നമ്പർ 17-ലെ 10ാം വരിയിൽ ഉത്തരം കാണാം. ചോദ്യം 2. നിഷ്കളങ്കരായി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനല്ലാതെ ഡാഷ്. ഉത്തരം മനുഷ്യർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. പാഠപുസ്തകത്തിലെ 7ാം പേജിലെ 20ാം വരിയിൽ ഉത്തരം കാണാം. ചോദ്യം 3. മോഷ്ടാവിൻ്റെ കൈ മുറിക്കണമെന്നാണ് ഡാഷ്. ഉത്തരം ഇസ്ലാമിക നിയമം. പേജ് നമ്പർ 17-ലെ 5ാം വരിയിൽ ഉത്തരം കാണാം. ചോദ്യം 4. അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഡാഷ്. ഉത്തരം ഫഅഹ്സിൻ ഖുലുഖി. പാഠപുസ്തകത്തിലെ 3ാം പേജിലെ 9ാം വരിയിൽ ഉത്തരം കാണാം. 2ാം സെഷനും പൂർത്തിയായി. 3ാം സെഷനിലേക്ക് പ്രവേശിക്കുകയാണ്. 2 വീതം എഴുതുക. ചോദ്യം 1. നാവിൻ്റെ ദോഷങ്ങൾ. പുസ്തകത്തിൽ കൊടുത്ത ഉത്തരങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതിൽ നിന്നും 2 തിരഞ്ഞെടുത്ത് എഴുതുക. ചോദ്യം 2. വലിയ പാപങ്ങൾ. പുസ്തകത്തിൽ കൊടുത്ത ഉത്തരങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതിൽ നിന്നും 2 തിരഞ്ഞെടുത്ത് എഴുതുക. ചോദ്യം 3. സൽസ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങൾ. പുസ്തകത്തിൽ കൊടുത്ത ഉത്തരങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതിൽ നിന്നും 2 തിരഞ്ഞെടുത്ത് എഴുതുക. 3ാം സെഷനും പൂർത്തിയായി. 4ാം സെഷനിലേക്ക് പ്രവേശിക്കുകയാണ്. ഉത്തരം എഴുതുക. ചോദ്യം 1. മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്നത് എന്താണ്? ഉത്തരം നാവാണ്. പുസ്തകത്തിലെ 10ാം പേജിലെ 4ാം വരിയിൽ ഉത്തരം കാണാം. ചോദ്യം 2. അള്ളാഹു ഒരാളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യും? ഉത്തരം ഒരു അടിമയെ അള്ളാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവനിൽ നിന്ന് ലജ്ജയെ അള്ളാഹു ഊരിയെടുത്ത് കളയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. പാഠപുസ്തകത്തിലെ 16ാം പേജിലെ 3ാം വരിയിൽ ഉത്തരം കാണാം. ചോദ്യം 3. കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിൽ ആകുന്നത് എങ്ങനെ? ഉത്തരം കൊന്നവൻ കൊന്നതിന് വേണ്ടിയും കൊല്ലപ്പെട്ടവൻ തൻ്റെ സഹോദരനെ കൊല്ലാൻ ആഗ്രഹിച്ചതിന് വേണ്ടിയും. പാഠപുസ്തകത്തിലെ 17ാം പേജിലെ 13ാം വരി മുതൽ 18ാം പേജിലെ 1ാം വരി വരെയുള്ള വരികളിൽ നിന്ന് ഉത്തരം മനസ്സിലാക്കാം. ചോദ്യം 4. അള്ളാഹു കണക്കില്ലാതെ പ്രതിഫലം നൽകും. ആർക്ക്? ഉത്തരം ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു കണക്കില്ലാതെ പ്രതിഫലം നൽകുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. 13ാം പേജിലെ 1ാം വരിയിൽ ഉത്തരം കാണാം. ചോദ്യം 5. വിപത്തുകൾ സംഭവിച്ചാൽ എന്ത് ചെയ്യണം? ഉത്തരം വിപത്തുകൾ സംഭവിച്ചാൽ അക്ഷമ കാണിക്കാതെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊല്ലണം. പാഠപുസ്തകത്തിലെ 13ാം പേജിലെ 11ാം വരിയിൽ ഉത്തരം കാണാം. 4ാം സെഷനും പൂർത്തിയായി. 5ാം സെഷനിലേക്ക് പ്രവേശിക്കുകയാണ്. പൂർത്തിയാക്കാം. ചോദ്യം 1. ലാ യസ്നി അസ്സാനി ഹീന യസ്നി ഡാഷ്. ഉത്തരം വഹുവ മുഅ്മിൻ. പാഠപുസ്തകത്തിലെ 18ാം പേജിലെ 10ാം വരിയിൽ ഉത്തരം കാണാം. ചോദ്യം 2. അസ്വബ്റു നിസ്ഫു ഡാഷ്. ഉത്തരം അൽ ഈമാൻ. പാഠപുസ്തകത്തിലെ 13ാം പേജിലെ 3ാം വരിയിൽ ഉത്തരം കാണാം. 5ാം സെഷനും പൂർത്തിയായി. 6ാം സെഷനിലേക്ക് പ്രവേശിക്കുകയാണ്. വ്യക്തമാക്കാം. ചോദ്യം 1. ലജ്ജ. ഉത്തരം വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് ലജ്ജ. പാഠപുസ്തകത്തിലെ 15ാം പേജിലെ
12-ാം വരിയിൽ ഉത്തരം കാണാം. ചോദ്യം 2. കൊലയാളിയുടെ ഇഹലോക ശിക്ഷ. ഉത്തരം: കൊലയാളിക്ക് ഇഹലോകത്ത് ഇസ്ലാമിക ശിക്ഷ കൊല തന്നെയാണ്. പാഠപുസ്തകത്തിലെ 18-ാം പേജിലെ 1, 2 വരികളിൽ ഉത്തരം കാണാം. ചോദ്യം 3. ഇഖ്ലാസ്. ഉത്തരം: അമല് കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. പാഠപുസ്തകത്തിലെ 6-ാം പേജിലെ 12, 13 വരികളിൽ ഉത്തരം കാണാം. 6-ാം സെഷനും പൂർത്തിയായി. 7-ാം സെഷനിലേക്ക് പ്രവേശിക്കുകയാണ്. അർത്ഥം എഴുതുക. ചോദ്യം 1. ലാ ഈമാന ലിമൻ ലാ ഹയാഅ ലഹു. ഉത്തരം: ലജ്ജയില്ലാത്തവന് ഈമാനും ഉണ്ടാവുകയില്ല. പാഠപുസ്തകത്തിലെ 16-ാം പേജിലെ 1, 2 വരികളിൽ ഉത്തരം കാണാം. അൽഹംദുലില്ലാ, നമ്മുടെ ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും തുടരും. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുമെന്ന പ്രതീക്ഷയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.